തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് പ്രസാദിയൻ്റെ ബോധം വരുമ്പോൾ ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോൾ അതിൽ ICUവിൽ ഇങ്ങനെ പാട്ടിട്ടിരിക്കുക. അപ്പോൾ ഈ കേരനിരകളാടും എന്നുള്ള പാട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇത് ബോധം വന്നു സാറിന്. പക്ഷെ ആ ഡോക്ടർക്ക് അറിയില്ല ഈ പാട്ട് എഴുതിയ ആളാണ് ഈ കിടക്കുന്നതെന്നൊന്നും. അപ്പം ഞാനിങ്ങനെ എന്നോട് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഈ പാട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഈ കേൾക്കുന്ന പാട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് കിടക്കുക. അപ്പം മിണ്ടത്തില്ലല്ലോ. അപ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഈ പാട്ട് മനസ്സിലായെങ്കിലൊന്ന് കണ്ണടയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണടച്ചു. അപ്പോൾ മനസ്സിലായി എന്നുള്ള ഇതിലാണ് കണ്ണടച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരെഴുതിയതാണെന്ന് മനസ്സിലായെങ്കിൽ കണ്ണടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് ഡോക്ടർ ചോദിക്കുന്നത് ഇത് ആരെഴുതിയതാണ്? ഞാൻ എഴുതിയ ആളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കതൊക്കെ ചിലപ്പോൾ യാദൃച്ഛികമാവാം. പക്ഷേ അതൊക്കെ നമുക്കൊരു നിമിത്തമായിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് തോന്നും. പിന്നെ ഈ 29 എഴുതിയത് നമ്മളങ്ങ് വിട്ടു. പിന്നെ ഒരു തിരിവിന് മോളാണ് പറയുന്നത് അമ്മ അച്ഛൻ 29 എഴുതിയില്ല. അപ്പോൾ അവൾ ഓടി വന്ന് ഇവിടെ പുസ്തകമുണ്ട് അതെടുത്ത് നോക്കുമ്പോൾ 29 മേളകർത്താരായ ശങ്കരാഭരണമാണ്. അപ്പം അതാണ് 29 നീ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ നമുക്കിതിനെക്കുറിച്ചുള്ള അറിവുകളോ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട്